സ്കൂൾ വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് മലപ്പുറം വണ്ടൂർ നിവാസികൾ. പ്രതിയെക്കുറിച്ച് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവ്. നമ്മളെല്ലാം വളരെ നടുക്കത്തോടു കൂടി കേട്ടൊരു വാർത്തയാണ്. മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിലെ 14 വയസ്സുള്ള 9ൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അതേ സ്കൂളിൽ പഠിക്കുന്ന 16 വയസ്സുള്ള ആൺകുട്ടി വളരെ ക്രൂരമായിട്ട് അവൻ്റെ എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത് കഴുത്ത് ഞെരിച്ച് അതിൻ്റെ ജീവൻ ഇല്ലാതാക്കി എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഇന്നലെ വന്നിരുന്നു. സങ്കടപ്പെട്ടു പോകും. ഇതൊരു ക്രൂരത ചെയ്ത ഇവൻക്കിനി കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്താ നിങ്ങൾക്കറിയൊക്കെ ആകെ കിട്ടാൻ പോണത് ഇവനെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് മുൻപിൽ ഹാജരാക്കും. നമ്മുടെ നിയമമാണ് ഞാൻ പറയണം കേട്ടോ. ഇവനിപ്പോൾ വെള്ളിമാട് കുന്നുള്ള ഈ ഇങ്ങനെ ഒബ്സർവേഷൻ ഹോമിലാണ് ഇപ്പോൾ ഇവനുള്ളത്. ഇവനെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ ഹാജരാക്കി കഴിഞ്ഞാൽ 18 വയസ്സിന് മുകളിൽ താഴെയുള്ള ഈ ആളുകളൊക്കെ കുട്ടികളായിട്ടാണ് പരിഗണിക്കുക. ഏറിക്കഴിഞ്ഞാൽ 3 വർഷം ഇവന് ജയിലിലിടൂല, ഒബ്സർവേഷൻ ഹോമിൽ ഇവനെ നിർത്തും. അവിടെ ജയിലിൻ്റെ ഒരു പ്രശ്നങ്ങളും അവർക്കില്ല. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, കളിക്കാം, ചിരിക്കാം, പഠിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഈ ഒരു പെൺകുട്ടിയുടെ ജീവൻ ഇല്ലാതാക്കിയ, അവളുടെ സ്വപ്നങ്ങൾ തകർത്ത, ആ മാതാപിതാക്കളെ മുഴുവനും ജീവിതകാലം മുഴുവനും കണ്ണീരിലാഴ്ത്തിയ ഇവനിക്കിനി കിട്ടാൻ പോണ ഒരു കാര്യം ഏറിക്കഴിഞ്ഞാൽ 3 വർഷം മാത്രമാണ്. ആ പാവം പെൺകുട്ടിക്ക് പോയി, ആ കുടുംബത്തിന് പോയി, അതൊന്നും സംഭവിക്കില്ല. ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ട ഒരു സ്ത്രീ എനിക്ക് വിളിച്ചു. ഒരു അനുഭവം എനിക്ക് പറഞ്ഞത്, നമ്മുടെ രക്ഷിതാക്കൾ ഈ വീഡിയോ കണ്ട മക്കൾക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക. ഇതേപോലത്തെ അനുഭവം 10ൽ പഠിക്കുമ്പോൾ ഒരു ചെക്കൻ ഇഷ്ടമായി. അവിടെ +2 പഠിക്കണ ചെക്കനാണ്. ആ ചെക്കൻ ഇഷ്ടാവാൻ കാരണം ഇവൻ ആ സ്കൂളിലെ ഭയങ്കര മെയിനാണ്. കാരണം എല്ലാവരോടും ഇവനക്ക് ബന്ധമാണ്. ഇവനെപ്പോലത്തെ ഒരാളെ ഫ്രണ്ടായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. 10ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ ഉള്ള വാപ്പ അന്വേഷിച്ചപ്പോഴാണ് ഇവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞത്. വാപ്പ കുറേ ചീത്ത അറിഞ്ഞു, വഴക്ക് പറഞ്ഞു, അടിച്ചു ഇടിച്ചു. അതോടുകൂടി ഇവൾ പ്രണയം മതിയാക്കി എന്ന് വാപ്പാട് പറഞ്ഞു, ഉമ്മാനോടും പറഞ്ഞു. പക്ഷെ ഉള്ളിലുണ്ടായിരുന്നു ഭയങ്കര സ്നേഹമാണ്. അവൻ കൊടുക്കുന്നൊരു കെയറിങ്, അവൻ കൊടുക്കുന്നൊരു സ്നേഹം അത്രയും കാലം ഇവളുടെ മാതാപിതാക്കൾ, ഞാൻ പറഞ്ഞുതരാം, ബിൻഷ എന്നാണ് പേര്. അവളുടെ ബിൻഷയുടെ ഉമ്മയും ഉപ്പയും കൊടുക്കാത്ത സ്നേഹമാണ് ഇവൻ കൊടുക്കുന്നത്. കാരണം എന്നും ഇവൻ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കും, ഇന്ന് ക്ലാസ്സിൽ വരാം. ഇവനൊരു അലമ്പാണ്. വെള്ളിയാഴ്ച പോലും ഇവൻ പള്ളിയിൽ പോകില്ല. അങ്ങനെ ഇവൾ വിളിച്ചിട്ട് എന്ത് പറഞ്ഞോടാ, ഈ പള്ളിയിൽ പോകണം, നിസ്കരിക്കണം. ഇവൻ നന്നായിട്ട് മാറി. ഇവൻ ആ സ്കൂളിലെ തല്ലിപ്പൊളി സ്വഭാവങ്ങൾ മാറ്റി നന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ ഇവൻ പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ബിൻഷ വന്നതിന് ശേഷമാണ് അവനിങ്ങനായത്, അവൻക്ക് ഒരുപാട് കാര്യമാണ് നിന്നെ. ഇവളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ നേർവഴിയിലേക്ക് നയിക്കാൻ താൻ കാരണമായല്ലോ. ഇതാണ് ഇവളുടെ മനസ്സിലുള്ളത്. ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ രീതിയാണ്. കാരണം ഇവള് മദ്രസ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഇവള് നന്നായിട്ട് നിസ്കരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ ഇവനിൽ ഏൽക്കുന്നുണ്ട്. ഇവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉമ്മാക്ക് നല്ലൊരു മകനായിട്ട് ഇവൻ മാറി. ഉടായ്പിൽ നിന്നൊക്കെ മാറി, സ്കൂളിലെ മറ്റേ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി ഇവൻ നന്നായി. ഇവള് +2ലേക്കൊക്കെ എത്തുന്ന സമയത്താകുമ്പോൾ ഈ പ്രണയത്തിൻ്റെ സ്വഭാവങ്ങൾ മാറാൻ തുടങ്ങി. ഇവള് +2 ആയപ്പോൾ ഇവൻ ഈ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പല ജാതി സ്വഭാവങ്ങൾ ചെന്ന് ചാടി. അപ്പോൾ ഇവളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കൊടുത്തു, നീ വിചാരിക്കണ പോലെയൊന്നുമല്ല, അവനിപ്പോൾ പഴയ പോലെയൊന്നുമല്ല, അവനക്ക് പല കൂട്ടുകളുണ്ട്, അവൻ കഞ്ചാവിന് അല്ലെങ്കിൽ ലഹരിക്കൊക്കെ അഡിക്റ്റ് ആണെന്നൊക്കെ പലരും പറയുന്നുണ്ട്, നീ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഇവളുടെ ഫ്രണ്ട്സ് തന്നെ വന്ന് പറയുമ്പോൾ ഇവൾക്ക് ആദ്യം വിശ്വാസം ഉണ്ടായില്ല. ഇവൾ ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്തായി പറഞ്ഞു, എൻ്റെ കാരണമല്ലേ ഞാനിങ്ങനെ നന്നായിട്ട് നടക്കണത്. ഇവളെ നന്നായിട്ട് വിശ്വസിപ്പിക്കാനും ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഇവളുടെ വാപ്പ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. ആ മരിച്ച സമയത്ത് ഇവൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആ വീട്ടിൽ വന്നിട്ട് ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഇവൻ വന്ന് ചെയ്തു കൊടുക്കുമ്പോൾ സംബന്ധിച്ചോളം ഇവൾക്ക് വലിയൊരു ആശ്വാസം, അവൻ അവിടെ വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇവൾ കോളേജിലേക്ക് എത്തുന്ന സമയത്തേക്ക് ഇവൻ പല നിർദ്ദേശങ്ങൾ വെക്കാൻ തുടങ്ങി. ഈ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന ആൾക്കാരോട് മിണ്ടരുത്, കുട്ടികളായിട്ട് അധികം ഫോട്ടോ എടുക്കരുത്. ഇത് ഇവൾക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാതെ. കാരണം വാപ്പ മരണസമയത്ത് പോലും, വാപ്പയുടെ അപകടത്തിനൊക്കെ മുൻപ് വാപ്പ എപ്പോഴും പറയാറുണ്ട്, ഉമ്മയും ഉപ്പയും കാണിച്ചു തരുന്ന ആളെ മോള് കെട്ടാവുള്ളൂ, മോള് കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടാക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഇവളുടെ ഉള്ളിലുണ്ട്. ഒരു കാലത്ത് അവൻ നന്നായിട്ട് ഇവിടെ വന്ന് പെണ്ണ് അന്വേഷിച്ചിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അത് ഉപ്പാടിയും ഉമ്മാടിയും സമയത്തോടെയാണ് കൊണ്ടുപോകാനാണ് ഈ ബിൻഷ കരുതിയിരുന്നത്. പക്ഷേ ഉപ്പയുടെ മരണം ഇവളെ തളർത്തി. ആ സമയത്ത് ആശ്വാസം ഈ ഒരു ചെറുക്കനായിരുന്നു. അങ്ങനെ ഇവള് കോളേജിൽ ചേരുന്നോറും നമ്മുടെ ഈ മക്കൾ വളരുന്നോറും ആറ്റിറ്റ്യൂഡ് വളരുമല്ലോ. ഇവള് കോളേജിൽ ചേർന്നിട്ട് ഇവൾ അവിടുത്തെ NSSന്റെ ടീമിൽ ചേർന്നു. NSSന്റെ ക്യാമ്പിലാണ്. ഇത് ഇവനക്ക് ഇഷ്ടമായില്ല. 7 ദിവസം ഇങ്ങനെ മാറി നിന്നിട്ട് ക്യാമ്പിൽ നിൽക്കണം. അവിടെ കുറേ ആൺപിള്ളേരുണ്ട്. ഇവനെപ്പോലെ തന്നെയാണ് എല്ലാ ആൺപിള്ളേരും എന്നാണ് ഇവൻ കരുതിയത്. അങ്ങനെ ഇവന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ നിർബന്ധിപ്പിക്കുകയാണ്. എവിടേക്കെങ്കിലും കുടുംബത്ത് പോയിട്ട് ഇവള് ഫ്രണ്ട്സിൻ്റെ കൂടെ കസിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇവൻ ബൈക്ക് എടുത്തുകൊണ്ട് വരികയാണ്.
ഇവളവനക്ക് അപ്പോൾ കാണണം, അടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇവളെ നന്നായിട്ട് മർദ്ദിക്കാൻ തുടങ്ങി. ഇവളിങ്ങനെ വലുതാവും തോറും മനസ്സിലായത് ടോക്സിക് റിലേഷൻഷിപ്പാണ്, ഇവനായിട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്നുള്ളത്. ഇവള് കോളേജിൽ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ തന്നെ ഇവൻ്റെ അക്രമങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ ഇവള് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ഇത് ബ്രേക്കപ്പ് ചെയ്യാൻ പോവാണ്. ബ്രേക്കപ്പ് ചെയ്യാൻ സമ്മതിക്കണില്ല. നീ എങ്ങാനും നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഞാൻ ഞരമ്പ് മുറിക്ക് പേടിയാവാൻ തുടങ്ങി. ഇവള് ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇവള് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഇവൻ്റെ ബുദ്ധിമുട്ടുകൾ വല്ലാതെ ഓവറായി. ഇവളൊരു ദിവസം വാപ്പാനെ സ്വപ്നം കാണാണ്. ഇവള് മരിച്ചുപോയ ഉപ്പാനെ സ്വപ്നം കണ്ടു. ഉപ്പ വന്നിട്ട് ഇവളോട് എന്തോ സംസാരിക്കണം എന്താണെന്ന് മനസ്സിലാവണില്ല. ഇവള് നേരെ പോയിട്ട് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, ഉമ്മാക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ട്, ഞാൻ ഉപ്പാനെ മറച്ചു വെച്ചതായിരുന്നു, ഇപ്പം എനിക്കതിൽ നിന്ന് മോചനം വേണം, ബ്രേക്കപ്പ് ആവണം, എനിക്ക് പറ്റണില്ല ഉമ്മ, അവൻ എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മ ഇവളെ നന്നായിട്ട് ആശ്വസിപ്പിച്ചു. ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, ഒരു മനോധൈര്യം ഉണ്ടായി. 1ഉം 2ഉം സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവുണ്ടായി. ഇവനോട് പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല, നീ നിൻ്റെ വഴിക്ക്, എനിക്ക് പഠിക്കണം, എൻ്റെ ഉപ്പാൻ്റെ സ്വപ്നങ്ങൾ പോലെ എനിക്ക് നല്ലൊരു ജോലി വേണം, ഞാൻ നല്ല ലൈഫിലേക്ക് പോവാണ്. ഇവൻ പറഞ്ഞ കാര്യം ഞാൻ ആസിഡ് ഒഴിക്കും, ഞാൻ അങ്ങനെ ചെയ്യും, വണ്ടിക്ക് മുന്നിൽ ചാടും. എന്നിട്ട് ഓരോന്ന് ഞരമ്പ് മുറിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഇവള് പിടിച്ചെന്നിട്ട് പറഞ്ഞു, ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, മുഴുവൻ കാര്യങ്ങൾ ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവനക്ക് മനസ്സിലായി ഈ നമ്പർ ഏൽക്കൂല എന്നുള്ളത്. ഇവള് കോളേജിൽ അവിടുത്തെ ഇൻ്റർ സോണിലൊക്കെ കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്. അന്ന് ആ പരിപാടിക്ക് വേണ്ടിയിട്ട് മറ്റൊരു കോളേജിൽ നിന്ന് വന്നൊരു ചെക്കൻ, ഒരു സീനിയർ വിദ്യാർത്ഥി, ഇവളുടെ മറ്റേ മാപ്പിളപ്പാട്ടും മറ്റൊക്കെ കണ്ടിട്ട് നന്നായിട്ട് ഓപ്പനയിൽ ഇവൾ പാടലുണ്ട്. മാപ്പിളപ്പാട്ട് വേറെ സിംഗിളായിട്ട് പാടലുണ്ട്. ഇവളുടെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷേ വേറെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. പിന്നീട് ഒരു സാഹചര്യം വന്ന് നോക്കുമ്പോൾ ഒരു കല്യാണക്കാരിയായിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഇവൾക്ക് ആ ചങ്ങായിക്ക് ഇവളെ നേരിട്ട് കണ്ടിട്ടറിയാം, മുൻപ് കണ്ടിട്ടറിയാം. അതങ്ങനെ സംസാരിച്ചൊരു ഫിക്സായി. ഇതിൻ്റെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടാവാം കല്യാണം എന്നുള്ളതായി. ഇവളും ഏകദേശം ഓക്കെ. കാര്യം എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിഞ്ഞാൽ തനിക്കൊരു സുരക്ഷിതത്വം കിട്ടുന്ന ഇവള് മനസ്സിലാക്കിയത്. അങ്ങനെ ആ കല്യാണത്തിന് ഇവൻ പറഞ്ഞു, ആ കല്യാണം ഞാൻ മുടക്കും, എനിക്ക് മനസ്സിലായില്ലേ, നീ എന്നെ കിട്ടിയാലല്ല അത് ഒരു രക്ഷയില്ല. ഇവൾക്ക് ഭയമാണ്. പാപ്പയാണെങ്കിൽ ജീവനോടല്ല, ഉമ്മ പാവ നിസ്സഹായ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ഈ കല്യാണക്കാർ ഇവളെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് കല്യാണക്കാർ ഒരു പ്രശ്നമില്ല കേട്ടോ, കല്യാണം കഴിച്ചു. നല്ല സ്നേഹമുള്ള നല്ലൊരു തറവാട്ടിൽ പറഞ്ഞൊരു ചങ്ങായിയാണ്. അവൻ കല്യാണം കഴിച്ചു. 1 വർഷം കഴിയുമ്പോഴേക്ക് ഇവള് PGക്കൊക്കെ ചേർന്നു. അങ്ങനെ ഇവള് ഗൾഫിൽ പോയി, ഭർത്താവിന് നല്ല ജോലിയുണ്ട്. അങ്ങനെ ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോഴേക്കും PG ഒക്കെ കുളവായി വഴിക്ക് കയറുന്നു. പിന്നെ എക്സാമിന് മാത്രമാണ് ഇവർ പോയിരുന്നത്. ആ കുഞ്ഞൊക്കെ ജനിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇവിടെ നാട്ടിൽ വന്നു. ഗൾഫിൽ നിന്ന് ഇവർ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഇവൻ എന്ത് ചെയ്തു, ഇവളെ നാട്ടിലേക്ക് വന്നപ്പോൾ ഇവൾക്കൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം ഇവളുടെ നാടിനടുത്താണ് മറ്റൊരു നാട്. അങ്ങനെ വഴിയിൽ വെച്ചൊരു കഫേയിൽ നിന്ന് ഇവനെ കഫേയിൽ നിന്ന് കണ്ടപ്പോൾ ഇവൾ ഉറപ്പിച്ചു തൻ്റെ ലൈഫ് പടച്ചറപ്പേ എന്ത് ചെയ്യും, ഇല്ലാതാക്കും. ഇവന് വന്നിട്ട് ഇവൻ നേരെ ഇവളടുത്തേക്ക് വന്നിട്ട് ഇവളോട് ചോദിച്ചു, ഇതിൻ്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചു. അതെ. അപ്പോൾ മറ്റവനൊന്നും മുന്നോട്ട് മറ്റവനക്ക് അറിയില്ലല്ലോ എന്താ സംഭവം എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞായിക്കോട്ടെ. ഇവള് പറഞ്ഞു, എൻ്റെ കൂടെ പഠിച്ച ആളാണെന്നാണ് പറഞ്ഞത്. കൂടെ പഠിച്ച ആളൊന്നുമല്ല, ഈ ബന്ധമുള്ളവരാണ്. എന്നിട്ട് ഇവൾ അപ്പുറത്തേക്ക് മാറി പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവർ വല്ല സങ്കടപ്പെട്ട് ഹൃദയം തുറന്ന് സംസാരിക്കുകയാണ്. ഞാൻ ഒരിക്കലും നിന്നെ ഇങ്ങനെ ദ്രോഹിക്കരുതായിരുന്നു, നിന്നെ ഒരുപാട് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്, ഞാൻ മാപ്പ് പറയാണെന്ന് ഒരു മാപ്പ് പറഞ്ഞപ്പോൾ എന്തോ ഒരു ഭാരം ഇവളുടെ തലയിൽ നിന്ന് ഇറക്കി വെച്ചതുപോലെ തോന്നി. സന്തോഷമായിട്ട് ഇവൾ നേരെ ഭർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ ചെറുക്കൻ അങ്ങനെയാണ്. ഇവരൊക്കെ തുറന്നു പറഞ്ഞു. കാരണം ഇതൊന്നും ഇവൾ ഭർത്താവിനോട് തുറന്നു പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ തുറന്നു പറഞ്ഞ് ഒരു കല്യാണക്കാരൻ തന്നെ മുടങ്ങിയത്. രണ്ടാമതൊരു കാര്യം മുടങ്ങിപ്പോകലെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് സങ്കടത്തോടു കൂടി അവിടെ ഉള്ളു തുറന്ന് ഭർത്താവ് പോലെ ചിരിച്ചിട്ട് പറഞ്ഞു, എടി പെണ്ണെ, അവൻ ആരാണെന്ന് എനിക്കറിയോ, നമ്മൾ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ച സമയത്ത് അവൻ എനിക്ക് കുറേ ഫോട്ടോസ് അയച്ചു തന്നു. നിങ്ങളുടെ കുറേ സ്വകാര്യ ചിത്രങ്ങൾ, നിങ്ങൾ മറ്റേ പാർക്കിൽ പോയത്, കഫേയിൽ പോയിട്ട് ചായ കുടിക്കണത്, ഒന്നിച്ചിരിക്കണത്, സെൽഫി എടുക്കണത്, നിങ്ങളങ്ങനെ തോളുരുമ്മിക്കണത്, കൈ മറ്റേ ഷോൾഡറിലിട്ടിരിക്കണത്, കുത്തിപ്പിടിച്ചിരിക്കണത് ഒക്കെ എനിക്ക് അയച്ചു തന്നു. ഇതൊക്കെ നീയും മോൻ തമ്മിൽ പ്രണയത്തിലാപ്പെടുത്തതാണ്. ഈ ഫോട്ടോസൊക്കെ കണ്ടു എന്നോട് പറഞ്ഞെന്താ അറിയോ, ഇക്കാനൊന്ന് കാണണം, ഇക്ക കെട്ടാൻ പോണ പെണ്ണ് ഇങ്ങനത്തോളാണ്, ഇന്ന ചതിച്ചോളാണ്, ഒരന്യം ചതിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ്. എൻ്റെ ഉമ്മാക്ക് ഞാൻ ഈ ഫോട്ടോ കൊടുത്ത്, എനിക്ക് 3 പെങ്ങന്മാരുണ്ട്. എൻ്റെ ഉമ്മ പറഞ്ഞൊരു വാക്കാൻ തന്നോ, എടാ എൻ്റെ പെങ്ങൾക്കാണ് ഈ അവസ്ഥയെങ്കിൽ നീ ആരുടെ കൂടെ നിൽക്കാന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പെങ്ങളുടെ കൂടെ നിൽക്കണം, അതുകൊണ്ട് നീ അവളെ കൈവിടരുത് എന്നാണ് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞത്. എൻ്റെ ഉമ്മ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര, എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ മാഷാ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പെങ്ങന്മാരോട് സംസാരിച്ചു. പെങ്ങന്മാരൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതാണ്, അവരൊക്കെ അറിയാം.
ഈ ഇതൊന്നും കാര്യമായിട്ടുള്ളതല്ല, ഇവൻ എന്നിട്ട് ഇന്നെ വന്നിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തലായി, ഞാൻ അങ്ങനെ ചെയ്യും. ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി ഓനെ പോയി കണ്ടിട്ട് രണ്ടങ്ങണ്ട് പടച്ചിട്ട് പറയുന്നത്, എൻ്റെ മോനെ നീ ഈ പരിപാടി നിർത്തിക്കോ, നിനക്ക് ശരിക്കും ആണുങ്ങൾ അറിയാൻ, നിന്നെപ്പോലത്തെ ആൾക്കാരാണ് ഈ ആണുങ്ങളുടെ വില കളയണത്. എടാ, ഒരു പ്രണയിച്ച പെണ്ണ് ഇട്ടെറിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം ആദ്യം. എൻ്റെ സ്വഭാവത്തിൻ്റെ ഇതുകൊണ്ടാണ്, എനിക്ക് ഓളം സ്വഭാവം മാറിയിട്ടാണ്. സ്നേഹിക്കാൻ അവകാശമുള്ളത് പോലെ തന്നെ സ്നേഹം ഒഴിവാക്കാൻ അവകാശമുള്ളത് ആദ്യം തിരിച്ചറിയും. എന്നെപ്പോലത്തെ ഉമ്മാൻ്റെ മക്കൾ തന്നെയാണ് ഞാനും എന്ന് പറഞ്ഞിട്ട് 4 എണ്ണം പഠിച്ചപ്പോൾ പറയും, ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ വരും ഞാൻ, അന്ന് നീ അവരോട് മാപ്പ് പറഞ്ഞിങ്ങനെ കയ്യും കളി ഞാൻ വെട്ടിയിടും മുറിച്ചിടും നാട് ഭീഷണിപ്പെടുത്തിയിരുന്നു. അങ്ങനെ കഴിഞ്ഞിട്ട് കാണുകയാണിത്. അങ്ങനെ കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ ആ കഫയിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കണ്ടത്. അവനക്ക് മനസ്സിലായിട്ടുണ്ടാവും, കാരണം നല്ല കിട്ടൽ കിട്ടിയിരിക്കണേ. വന്ന് മാപ്പ് പറഞ്ഞപ്പോൾ ഇവൾക്ക് തൻ്റെ ഭർത്താവിനോടുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ. ഇതാണ് നമ്മൾ പറഞ്ഞത്. ശരിക്കുള്ളൊരു ഭർത്താവാണെങ്കിൽ അവൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ ഭർത്താവ് ഇങ്ങനത്തെ ഭർത്താവാണ്. ഇങ്ങനത്തെ ആണുങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മാഷാ, അതിനേക്കാളും വലിയൊരു ഹാപ്പി. ഇന്ന് ഈ ബിൻഷയും ഭർത്താവും സന്തോഷമായിട്ട് ജീവിക്കുന്നു. സന്തോഷമായിട്ട് ജീവിക്കാനും അവൻ്റെ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് രക്ഷപ്പെടാനും ആ പെൺകുട്ടിയെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു കൗൺസിലിംഗ് ആവാം, വാപ്പയോടുള്ള സ്നേഹമാവാം, അവളുടെ ഭാഗ്യം. ഞാൻ പറയും, ആ കെട്ടിയോനുണ്ടല്ലോ, ആ കെട്ടിയോൻ്റെ നല്ലൊരു മനസ്സാണ് അവൾ ഇന്ന് ജീവനോടെ സന്തോഷത്തോടെ നിൽക്കാൻ കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങൾ അകപ്പെടുന്ന ഒരു പ്രണയത്തിൽ ടോക്സിക് റിലേഷൻഷിപ്പാണ്, നിങ്ങൾക്ക് ആ പ്രണയം മതിയാവുന്നത് മറ്റാൻ സമ്മതിക്കണില്ലെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ ടോക്സിക്കാണ്. നാളെ 14കാരുടെ അനുഭവം നിങ്ങൾക്കോ നിങ്ങളുടെ സഹോദരിമാർക്കോ നിങ്ങളുടെ അനിയത്തിമാർക്കോ ഉണ്ടാവാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയക്കാരനാണ്. ഈ വ്യക്തിയുടെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.